തുണി എടുക്കാണ്ട് തയ്ച്ചിട്ടുള്ള അപ്പോൾ നമുക്ക് ഇന്ന് പോയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് എന്തായാലും പിന്നെ കുറച്ച് ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുരിശിൻ്റെ വഴിയാണ് കേട്ടോ, ഇന്ന് ദുഃഖവെള്ളിയാണ്. നമ്മളെല്ലാവരും പള്ളിയിൽ പോവേണ്ടത്. അനുവും വന്ന് കയറി വാതിലൊക്കെ അടച്ചിട്ട് അനുവാണ് അവസാനം കയറണം. നേരം വൈകി അവിടെ തുടങ്ങി നമുക്ക് പള്ളിയിലേക്ക് പോവാം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് ദുഃഖവെള്ളി കഴിഞ്ഞിട്ട് അന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് കേട്ടോ. പെസഹ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ തുടങ്ങുന്ന പള്ളിയിൽ എല്ലാവരും വന്നിട്ടോ. അത് കുരിശിൻ്റെ വഴി, രാവിലെ കുരിശിൻ്റെ വഴി പരിഹാര പ്രദർശനം ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുരിശിൻ്റെ വഴി പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് സാമ്പാളൂർ ഇടവകപ്പള്ളിയിൽ നിന്ന് പ്രദർശനം തുടങ്ങി. വലിയ കുരിശും പിടിച്ചിട്ട് ഉണ്ട് ആളുകൾ. പിന്നെ ഓരോ സ്ഥലങ്ങളിൽ, ഒന്നാം സ്ഥലം, രണ്ടാം സ്ഥലം, ഈശോന മരണത്തിന് വിധിക്കുന്നത്, അതാണ് ഈ കാണിക്കുന്നത്. പിന്നെയും പ്രദർശനം പോകും. അങ്ങനെ 14 സ്ഥലങ്ങളിൽ നിർത്തി ഓരോ ടാബ്ലോ ഉണ്ടാവും നമ്മുടെ വഴികളിലൂടെ ഇങ്ങനെ പോവേണ്ടത്. ഇത് നമ്മുടെ സാമ്പാളൂർ പാലമാണ് കേട്ടോ, കാടൂറ്റിയായിട്ട് ബന്ധിപ്പിക്കുന്ന പാലത്തിലേക്ക് കയറി ഒന്നാം സ്ഥലം കഴിഞ്ഞ് ഓരോ സ്ഥലവും ആകുമ്പോഴേക്കും പ്രാർത്ഥനയുണ്ട്. അച്ഛനെ വണ്ടിയിൽ നിന്ന് ചൊല്ലുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ളവർക്ക് മുട്ടുകുത്താം, നിൽക്കാം. അപ്പോൾ നടക്കൂല, എല്ലാവരും നിന്നിട്ടായിരിക്കും ആ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത് കേട്ടോ. അതാണിങ്ങനെ എല്ലാവരും നിൽക്കുന്നത്. അത് പാലത്തമ്മയിൽ നിന്ന് ഒന്നാം സ്ഥലത്തേക്ക് പ്രാർത്ഥന ചെയ്തിട്ട് പിന്നെ അവിടെ നടക്കും. കണ്ണുകൾ ക്രോസ് കുറേ ചുറ്റിത്തിരിഞ്ഞ് ഇപ്പോൾ കോട്ടമ്പുറി ജംഗ്ഷൻ എത്തിയിട്ടാണ്. ഇനി തിരിച്ച് പള്ളിയിലേക്ക് പോവുന്നു.
പ്രവാചകൻ ക്ലേശങ്ങളെല്ലാം പിന്നിട്ടു നാഥൻ മൂന്നാം ദിനമുയർത്തും പ്രഭയോടുയർത്തൻ നാഥന്റെ ദിവ്യദേഹം വിധി പോലെ സംസ്കരിച്ചിടുന്നീതാ കൃപയോടുയർത്തങ്ങി പരമേന്തിരെത്തിയിട പരമേകണി ലോകനാഥ വിജയം വീരുന്നു തുന്നും ജീവന്റെ അപ്പോൾ പള്ളിയിലെത്താറായിട്ടോ. പള്ളിയുടെ അരിയിൽ നമ്മൾ അന്ന് കുളിക്കുന്ന ഒരു അലക്കുന്ന വീഡിയോയിലെടുത്ത പോലത്തെ കാണൊക്കെയുണ്ട് അവിടെ. പള്ളിയിലേക്ക് നടന്ന് എല്ലാവരും പള്ളിയിലേക്ക് കയറുകയാണ് കേട്ടോ. ഈ പള്ളിയിലെ ചടങ്ങുകളും കാര്യങ്ങളുമാണ്. അപ്പോൾ കുരിശിൻ്റെ വഴി പള്ളിയിലെത്തിയിട്ടോ. അപ്പം അച്ഛൻ എല്ലാവർക്കും കുരിശ് കൊണ്ട് ബ്ലെസ്സിങ് ഒക്കെ തന്ന്, പിന്നെ അവിടുത്തെ ഓൾട്ടർ ബോയ്സാണ് കുർബാനൊക്കെ സഹായിക്കുന്ന കുട്ടികൾ. അവരെല്ലാവരും കൂടിയുള്ള ഫോട്ടോ എടുപ്പൊക്കെ തുടങ്ങി. നമ്മൾ അത് കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോ എടുപ്പ് കൊണ്ടുപോയ കുരിശ് പള്ളിയിൽ തേരണ്ട. എല്ലാവർക്കും പള്ളിയിൽ നിന്ന് കുരിശ് വന്നു. അത് കഴിഞ്ഞത് അവിടെ വെച്ചിട്ട് നമുക്ക് പിന്നെ വീട്ടിൽ പോവാം. ഇനി വൈകുന്നേരമാണ് ചടങ്ങുകൾ. അപ്പം നമ്മളും കുരിശ് അവിടെ വെച്ചിട്ട് പോവുകയാണ്. ഇത് അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് എല്ലാവർക്കും കുരിശിൻ്റെ വഴി കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് കുമ്മിട്ട് ഇങ്ങനെ ജ്യൂസൊക്കെ തന്നിട്ടോ. അപ്പോൾ അത് ഇവരൊക്കെയാണ് വിതരണം ചെയ്തതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കുരിച്ചായിരുന്നു. നല്ല ദാഹമായിരുന്നു എല്ലാവർക്കും. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകും. ഞാൻ നേരത്തെ ആരാധന തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആരാധന അല്ല കേട്ടോ, ആരാധനയ്ക്ക് വിളിച്ച് വെച്ചേക്കാണ്. ഇനിയിപ്പോൾ രാത്രിയിൽ കബറടക്കം പോലെ അതൊക്കെയാണ് നഗരി കാണിക്കൽ എന്ന് പറയും. ഈശോൻ്റെ രൂപമായിട്ട് പോകും. ഈ കുരിശ് ചായച്ച് വെച്ചേക്കണ തൊട്ടാ പോവും, അതുപോലെ ഇരിക്കുക. ഇത് നമ്മുടെ പുത്തമ്മാൻ എഴുതിയ ഒരു വിശുദ്ധനാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ പാടാറില്ലേ, അതാണ് കേട്ടോ അർണൂസ് പാതിരി പുത്തമ്മാൻ എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. ഈ വിശുദ്ധനും കൂടി ഈ മണ്ണിൽ വന്നതാണ്. അപ്പോൾ അതിവിടെ വിശുദ്ധമായൊരു സ്ഥലമാണ്. 3-4 വിശുദ്ധർ വന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ കുരിശിൻ്റെ വഴിക്ക് വേണ്ടി നിന്ന കുട്ടികളെയൊക്കെ അവർ വീട്ടിൽ കൊണ്ടാക്കാനും ഒക്കെ വണ്ടിയിൽ കൊണ്ടുപോയിട്ടാം. ഒരു ക്യാമറ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വിലയൊക്കെ ചോദിച്ചിരുന്നു. ഒരു പയ്യൻ്റെ കയ്യിൽ ഒരു ക്യാമറ നമുക്ക് വാങ്ങണം. റമോ പക്ഷെ ക്ഷമയില്ലാണ്ട് വണ്ടി കയറിയിരുന്നു വിശന്നിട്ട്. രാവിലെ വെളുപ്പിന് തുടങ്ങിയ കുരിശിൻ്റെ വഴിയാണ്. അതിനും കയറിയിരുന്നിട്ടോ. പിന്നെ ഞാൻ ഓടിയെത്തി. ഞാൻ ആ ക്യാമറ വില വയ്ക്കുന്നത്. പള്ളിയിൽ കുരിശിൻ്റെ വഴി കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞ് നമ്മളും പോയിന്. ഇന്നലെ നമ്മൾ പെസഹ ഉണ്ടാക്കിയത് വീട്ടിലിരിക്കുന്നുണ്ട്. ചെന്നിട്ടാണ് അത് കഴിക്കാൻ. അപ്പോൾ എൻ്റെ 2 മക്കളും ഞാനുമാണ് ഇന്ന് കുരിശിൻ്റെ വഴിക്ക് വന്നത്. റിച്ച് അവിടെ പോയിട്ടുണ്ട്, അത് അറിഞ്ഞൂടാ. ഇനി നമുക്ക് വൈകുന്നേരം 5 മണിയോടുകൂടി പരിപാടി ആരംഭിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പള്ളിയിലോട്ട് വരണം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഈ കുരിശിൻ്റെ വഴിയിൽ എന്നെ കാണുന്ന നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങൾക്കും ഈ കുരിശിൻ്റെ വഴിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ. അപ്പോൾ ഞങ്ങൾ ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇരക്കളി കൂടുതലാണ് നിനക്ക്, അല്ല ഇത്തിരി പട്ടിയുടെ ഇരക്കളി കൂടുതലാണ്. വെള്ളം ഇട്ടുകൊണ്ട് പോയിക്കൊണ്ട് പട്ടിനെ പുന്നാരിപ്പിക്കാൻ പോയി അങ്ങനെ ഇരിക്കും. ഇത്തിരി കൂടുതലാണ്. പട്ടിന് ഉമ്മ വെക്കരുത് അങ്ങനെ ഇങ്ങനെ. എടാ അതിൻ്റെ മേത്തുനിന്ന് അറിയും രോമം മറക്കണ്ട്. കുറേ നീ ചെല്ലി അതിനെ പോയി തോണ്ടാനും പുന്നാരിക്കാനും പോയി. അതതിൻ്റെ മാന്തി അവൻ്റെ ഡ്രസ്സ് പോയി, വെള്ള ഡ്രസ്സ് പോയി. അവൻ നമ്മളെ കുരിശിൻ്റെ വഴി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടാ. ഇനി ഒന്നേന്ന് വേണം ജോലി തുടങ്ങണം.
പിന്നെ നമുക്ക് ഇന്നലെ പെസഹക്ക് ഉണ്ടാക്കിയ അപ്പവും കുറുക്കും ഇരിക്കേണ്ട അത് എടുത്ത് കഴിക്കണം. പിന്നെ ഫുഡ് ഉണ്ടാക്കണം. ഇനിയിപ്പോൾ ഇന്ന് വേറെ പണിയൊന്നുമില്ല, കടയിൽ പോക്കില്ല, ദുഃഖമില്ലല്ലേ. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യൂലല്ലോ. പറമ്പൊക്കെ പിന്നെയും പഴയ പോലെ തന്നെയായി. കഴിഞ്ഞ ദിവസം നമ്മൾ അടിച്ച് തീയിട്ടതായിരുന്നേ. ഒരു 1.5 വീഡിയോ ഉണ്ട് പറമ്പടിച്ച് തീർന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. എന്നാലാണ് ഇവിടുത്തെ ഇലകളുടെയും പറമ്പടിക്കണതിൻ്റെയും ഒരു ഭാരം അറിയുള്ളൂ. 1-2 മിനിറ്റ് കൊണ്ടൊന്നും അടിച്ച് കഴിയൂല. അതൊരു പറമ്പടിക്കൽ ടാസ്ക് തന്നെയാണ്. അപ്പം നമുക്കതൊരു പറമ്പടിക്കൽ വീഡിയോ കാണാട്ടോ. അവൻ്റെ ഡ്രസ്സും എല്ലാം ചെളിയാക്കി. അവന് വേണം പിന്നാരിപ്പിക്കൽ കൂടുതൽ. അതിൻ്റെ രോമൊക്കെ കൊഴിയേണ്ടെന്ന്. അതിൻ്റെ എണ്ണ എന്തുട്ടാണ് നമുക്ക് അറിഞ്ഞൂടെ. ഇതുണ്ടോ അതിന് അടിച്ചോളാണ് വന്നപ്പോൾ തന്നെ നിറച്ച് രോമം പറന്ന് കിടക്കൂടെയൊക്കെ. എടാ അവിടം വരെ ഇട്ടിട്ട് കാര്യമില്ല, കാറ്റിലിങ്ങാട് വരും. നിറയെ രോമം പൊഴിയുണ്ട് പട്ടിക്ക്. വേനൽക്കാലത്ത് പൊഴിയണതിൻ്റെ അല്ല, വേനൽക്കാലത്ത് പൊഴിയണതിൻ്റെ അല്ല മോനെ. അതെന്തോ ഇതാണ്, അതിനൊരു ഓയിൽമെൻറ്റ് മേടിച്ച് പുരട്ടണം. നീ തോണ്ടി മാന്തിയൊക്കെ കൊടുക്കണ കാരണം അങ്ങനെ കിടക്കണേണ്. അത് മതി. കൈ പോയി സോപ്പിട്ട് കഴിയണോ കേട്ടോ, ഡെറ്റോൾ ഇട്ട് കഴിയണം, അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിക്കാനുള്ളതാണ്. ഓ ഞാൻ പോയി മേലൊന്ന് കഴിയും. മമ്മി എൻ്റെ വേത്തൊന്നും ചാടിക്കാറുണ്ട. ഇതേ പറഞ്ഞിട്ട് കാര്യമില്ല, പട്ടിയായിട്ടുള്ള സംസർഗം കൂടാൻ പാടില്ല. ആവശ്യത്തിനെല്ലാം വേണം. ഓ എന്തു പറഞ്ഞാലും ഉണ്ട് ഒരു വിശുദ്ധൻ്റെ പട്ടി എന്ന് പറയുവൻ. അതായത് റോക്കി സൂണിയാൾ, അതെ റോക്കി സൂണിയാളുടെ കൂടെ മറ്റേ പട്ടി ഉണ്ടല്ലോ, അതാണ് ആശാൻ പറഞ്ഞത്. ദൈവമേ നന്ദിന്ന്. ഞാൻ വിചാരിച്ചില്ല എൻ്റെ മക്കൾ വരുമെന്ന്. മറ്റവനാ ജോലിക്ക് പോകണോ അങ്ങനെയാണെങ്കിൽ അവന് വന്നില്ല. അപ്പം ഞാൻ തന്നെ പോകാൻ പോയതാണ്. 6 മണി 4:45 എഴുന്നേറ്റാണ് ഞാൻ. അപ്പോൾ ഇവരെ വിളിക്കാൻ പറ്റൂല, അന്നേരത്തെ ഇത്തിരിയും കൂടി ഉറങ്ങട്ടെ എന്ന് ഓർത്ത് വിളിച്ചപ്പോൾ ഒരാളും വന്നില്ല. വരാണ്ടായപ്പോൾ എനിക്ക് സങ്കടം, ഒറ്റക്ക് പോകണ്ടേ. പക്ഷേ ഭാഗ്യം ഞാൻ കുളിക്കാൻ പോയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എന്ത് കഷ്ടമാണ്. ഞാൻ ജീവിതത്തിൽ മറ്റ് സന്തോഷങ്ങളൊന്നും ഞാൻ അനുഭവിക്കണില്ല. എൻ്റെ ഹസ്ബൻഡ് ഇല്ലാണ്ട് ഈ 3 മക്കളെ ഇത്രയും വർഷം വളർത്തിയിട്ട് ദൈവകാര്യങ്ങളിലേക്ക് ഇവരെ അടുപ്പിക്കണമെന്ന് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ. ഇവർ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ 1-ാം സ്ഥാനം കൊടുക്കണം. പള്ളിപ്പോക്ക്, കുമ്പസാരം, പള്ളിയിലെ ചടങ്ങുകൾ, കാര്യങ്ങൾ ഇവരെ നല്ല സ്വഭാവമുള്ളവരായിരിക്കാം. എൻ്റെ ഒറ്റ ആഗ്രഹമുള്ളൂ എൻ്റെ മക്കൾക്ക് അങ്ങനെ ആവണമെന്നുള്ളത്. അപ്പോൾ ഇവർ അതിന് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് നല്ല സങ്കടമാകുമായിരുന്നു, ഞാൻ മാത്രം കൂടുമ്പോൾ. അപ്പം എന്തായാലും ദൈവത്തിന് ഒരുപാട് നന്ദി. എൻ്റെ മക്കൾ വന്നതിന് എന്തായാലും അവന് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് പങ്കെടുക്കാൻ പറ്റാത്ത എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ദുഃഖവെള്ളി നമ്മൾ വന്ന് ഇനി നമുക്ക് ഉപവാസമാണ് ശരിക്കും ഇന്നത്തെ ദിവസം. ഒന്നും കഴിക്കാനൊന്നും പാടില്ല. പക്ഷേ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ അപ്പം അതൊക്കെ ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പവും പാലും നേർച്ചയാണ്, അത് ചീത്താക്കി കളയാൻ പാടില്ല നമുക്ക്. നമ്മളത് ഇവിടെ ഇന്നലെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ അപ്പം പിന്നെ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ ഒരു കുരിശിട്ട് അപ്പം ഇരിക്കുന്നുണ്ട് കണ്ട. അപ്പം നമ്മളിനി അതും കഴിച്ച് കട്ടൻ ചായ, അതാണ് മധുരമില്ലാത്ത കട്ടൻ ചായയാണ് അതിൻ്റെ കൂടെ. അത് മാത്രം, വേറെ ചോറൊന്നും കഴിക്കാൻ പാടില്ല. ഇവിടെ ഇവന്മാർ നിൽക്കാവോ, ഞാൻ നിൽക്കാറുണ്ട് ഫുഡ് കഴിക്കാണ്ട്. പക്ഷെ ഇവരെ നിൽക്കുമെന്ന് അറിഞ്ഞൂടാ. ഇന്ന് ഉപവാസമാണ് കേട്ടോ, ഇന്ന് ഫുഡൊന്നുമില്ല. അതെന്നെ അനുവിന് ഗുളിക കഴിക്കുന്നുണ്ട്. അനുവിന് ഡെയിലി ഒരു ഗുളികയുണ്ട്. അപ്പം അനുവിന് ഭക്ഷണം കഴിക്കാണ്ട് പറ്റൂല. കാരണം അവന് ഞാൻ കുർബാനക്ക് പോണതിന് മുമ്പ് തന്നെ അപ്പവും പാലും കൊടുത്ത് ഗുളിക കഴിപ്പിച്ചിട്ടാണ് വെളുപ്പിന് 6:30 തുടങ്ങിയപ്പോൾ കൊണ്ടുപോയത്. അവൻ ഇന്ന് വരെ കൂടിയിട്ടില്ല പരിഹാര പ്രദർശനം. ഒരിക്കലും അവനെ കൊണ്ടുപോകാറില്ല. അവന് രാവിലെ തലറങ്ങും, അതുകൊണ്ട് അസുഖമൊക്കെ വന്നുകൊണ്ട് അവനെ കൊണ്ടുപോകാറില്ല. പക്ഷേ ഇത്തവണ അവനാണ് ആദ്യം എഴുന്നേറ്റ് കൊടുത്തത്. ഞാൻ വിചാരിച്ചില്ല ഇവർ വരുമെന്ന്. പക്ഷെ അനുവാണ് ആദ്യം എഴുന്നേറ്റ് റെഡിയായി. അനു ഒരു ബ്ലാക്കാണ് എടുത്ത് കൊടുത്തത്. അപ്പം ഞാൻ വൈകിട്ട് ചുരിദാറിട്ടേക്കാണ് കണ്ടോ, ഇതായിരുന്നു ഇന്ന് ഞാൻ ഇട്ടത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, മോനെ ഇന്ന് വൈറ്റാണ് എല്ലാവരും എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൻ വേഗം അത് മാറ്റി. അങ്ങനെ അപ്പം ഇന്നത്തെ ദിവസം ഇനി വൈകുന്നേരത്തെ ചടങ്ങുകളോടെയാണ് പള്ളിയിൽ ഇതൊക്കെ ആരംഭിക്കണത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഗോഡ് ബ്ലെസ് യു ആൾ. ജീവിതം നയിക്കുവാൻ വലിയൊരു കൂട്ടായ്മ
അപ്പോൾ പള്ളിയിൽ നിന്ന് ആരംഭിക്കാൻ പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ പ്രദക്ഷിണം പോലെ പോകും. നഗരി കാണിക്കൽ എന്ന് പറയും. ഈശോ മരിച്ചിട്ട് അടക്കം ചെയ്യുന്നതിന് മുമ്പുള്ള സമയമായിട്ടാണ്. അപ്പോൾ എല്ലാവരും കുറച്ച് ദൂരം വരെ ഇത് പോകും. അതിനുശേഷം പള്ളിയിൽ മടങ്ങിയെത്തും. പിന്നെ അത് അടക്കം ചെയ്യും പ്രാർത്ഥനയോടെ. പിന്നെ നേർച്ചകളെല്ലാം അതിലിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് വെഞ്ചരിച്ചിട്ട് തരും. ഞങ്ങൾ തിരക്കാരനെ ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. ഞാനും മൂത്തമോനും ഇടയ്ക്ക് ഏതോടെ അവിടെ എവിടെയോ ഇടയിലുണ്ട്. ഞങ്ങൾ കുരിശിൻ്റെ വഴിക്ക് അല്ലെ ഈ നഗരി കാണിക്കലിൽ പോകാൻ പോകും. അപ്പോൾ എല്ലാവർക്കും തിരി തന്നിട്ടാണ് ഈ തിരിയൊക്കെ കട്ടിങ്ങാണ് നമ്മൾ പോണത്. ആ ചേട്ടൻ്റെ എല്ലാവർക്കും തിരി കൊടുക്കുന്നുണ്ടാവും. ഞങ്ങൾക്ക് കിട്ടി തിരി. സാധാരണ ഇത്രയും ജനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ദിവസം എല്ലാവരും വരും കേട്ടോ. വരാത്തവരാരും ഉണ്ടാവില്ല. ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ വീഡിയോ എടുത്തിട്ട് കുറേ ആയിട്ടാണ്. അപ്പോൾ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇന്നലെ എടുത്തതല്ലേ നോക്കി ഞാൻ ഇടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പള്ളിയിൽ നടന്ന ചടങ്ങുകൾ. കുറേ ദൂരം പോയിട്ട് പിന്നെ തിരിച്ച് വളഞ്ഞിട്ട് പ്രദക്ഷിണം തിരിച്ചു വരികയാണ് കേട്ടോ. ദൂരെ നിന്ന് നമ്മുടെ പ്രദക്ഷിണം എത്താറായി. പള്ളിയിലേക്ക് തിരിച്ചു നടക്കുകയാണ്. പള്ളി കയറാറായി. ഇപ്പം പാടിക്കൊണ്ടിരിക്കുന്നതാണ് പുത്തമ്പാന എന്ന് പറയുന്നത്. നമ്മൾ മരണ വീട്ടിലൊക്കെ വായിക്കൂലേ, പാട്ടും എന്തെങ്കിലും ഒരു വായന ഉണ്ടാവില്ല, അതുപോലെയാണ്. അതവിടെ ഇങ്ങനെ ഓരോ യൂണിറ്റുകാരും പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ അച്ഛൻ പ്രാർത്ഥിച്ച് അതകത്തേക്ക് കയറ്റും. ഇപ്പോൾ എല്ലാവരും പുറത്തായിരിക്കും. എന്നിട്ട് ഡോർ അടക്കും പള്ളിയുടെ. പിന്നെ കുറേച്ച് നിരനിരയായിട്ട് ഓരോരുത്തർ അത് തൊട്ടുമുത്താൻ വേണ്ടി കയറും. ഞാനിപ്പോൾ തൊട്ടുമുത്തിയിട്ട് അവിടെ വന്നിരിക്കുകയായിരുന്നു. എല്ലാവരും ഇനി വെയിറ്റ് ചെയ്യുന്നത് അതിലുള്ള ഫലങ്ങളും പൂക്കളൊക്കെ അത് വെഞ്ചിരിക്കും. അത് കവറടക്കി കഴിയുമ്പോൾ അത് നമുക്ക് വിശദീകരിച്ച് തരും. നമ്മുടെ ഭവനങ്ങളിൽ കൊണ്ടുപോകാം. പിന്നെ കുന്തിരിക്കം തരും. അങ്ങനെ Oh
ഈ തിരുശരീരം എടുത്ത് മറവ് ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് കബറടക്കുന്നത് ചടങ്ങാണ്. അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി ഇനി അടുത്ത വർഷമാണ് ഈ രൂപം ഇറക്കുന്നത്. ചില സ്ഥലങ്ങളിൽ അത്ഭുതങ്ങളൊക്കെ നടന്നിട്ട് ഈ രൂപത്തിൽ ഭയങ്കര അടയാളങ്ങളൊക്കെ കാണാറുണ്ട്. വർഷത്തിലൊരിക്കലാണ് ഇത് പുറത്തിറക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രാർത്ഥനയാണ്. ഇത് കഴിഞ്ഞാൽ ദുഃഖവെള്ളി കഴിഞ്ഞ് പിന്നെ 3-ാം ദിവസം ഉയർപ്പിനാണ്. അപ്പോൾ അടക്കം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും പോവുകയാണ് കേട്ടോ. ഈ കാണുന്ന മുൾമുടിയും ഈ കാണുന്ന മുറിവുകളും ശാസ്ത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര മുറിവുകൾ യേശുവിൻ്റെ ശരീരത്തിൽ ഉണ്ടായെന്ന്. അതൊക്കെ നമുക്ക് വേണ്ടിയാണ് പീഡകൾ സഹിച്ചത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളിനി തിരിച്ച് ഉയർപ്പിൻ്റെ രാത്രി വന്നേക്കാണ്. ഉയർപ്പിൻ്റെ അന്ന് രാത്രിയായിട്ടോ. അപ്പോൾ ദുഃഖവെള്ളി കഴിഞ്ഞ് ശനിയാഴ്ച രാത്രി വന്നേക്കാണ് നമ്മൾ. ലൈറ്റുകളൊക്കെ അണച്ചിട്ട് ഇനി തീയും തിരിയും വെഞ്ചിരിക്കും കേട്ടോ പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ച്. ആ ചടങ്ങാണിത്. ഇത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് വെഞ്ചിരിച്ച് തിരി നമുക്ക് കത്തിച്ച് തരും. ആ തിരിയാണ് പിന്നെ നമ്മൾ കത്തിച്ച് പള്ളിയിലേക്ക് കയറുന്നത്. പിന്നെ നമുക്ക് തരുന്ന ഹോളി വാട്ടർ ഇപ്പോഴാണ് വെള്ളവും വെഞ്ചിരിക്കും. അതുപോലെ തന്നെ മാമോദീസക്ക് നമ്മൾ ചെയ്ത ആ പ്രതിജ്ഞ വീണ്ടും പുതുക്കുന്ന സമയമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉദ്ധിതനാകുന്നതിന് വേണ്ടിയുള്ള ആകാംക്ഷപൂർണമായ നിമിഷത്തിലേക്ക് നാം കാത്തിരിക്കുകയാണ്. ലോകം മുഴുവനും യേശുവിന്റെ മരണത്തോടുകൂടി അന്ധകാരത്തിലായി. അന്ധകാരത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ സൂചിപ്പിക്കുന്ന അന്ധകാരത്തിന്റെ മധ്യത്തിലേക്ക് യേശുവാകുന്ന പ്രകാശം കടന്നു വരുന്ന അനുഭവമാണ് ഈ തിരുക്കർമ്മങ്ങളിലൂടെ നാം ഉൾക്കൊള്ളുക. ലോകത്തിന്റെ നാശമായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നതിന് ആരംഭം കുറിച്ചുകൊണ്ട് ഈ തിരുക്കർമ്മങ്ങളിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വത്സല സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നുപോയ
പരിപാവനമായ ഈ രാത്രിയിൽ ജാഗ്രതത്തിനും പ്രാർത്ഥനയ്ക്കും സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളമേ. ഇന്നലെയും ഇന്നും ആദ്യം അന്തവും ആൽഫയും ഒമേഗയും അവിടുത്തേതാണ്. കാലങ്ങളും യുഗങ്ങളും അവിടുത്തെ മഹിമയും ആധിപത്യവും എന്നേക്കും. ആമേൻ. കർത്താവായ ക്രിസ്തു തന്റെ മഹിമയേറിയ തിരുമുറിവുകൾ വഴി നമ്മെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. ഉയർത്തുന്നേൽക്കുന്ന ക്രിസ്തുവിന്റെ ദൈവബോധം ഹൃദയത്തിന്റെയും മനസ്സിന്റെയും കുരുകൾ നീക്കുമാറാകട്ടെ. ഈ പാസ്കത്തെ സൂചിപ്പിക്കുന്നത് ക്രിസ്തുനാഥനെയാണ്. ക്രിസ്തുനാഥനാകുന്ന പ്രകാശത്തെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും ലോകം മുഴുവനും പ്രസരിക്കുവാൻ വേണ്ടിയാണ് നാം ഈ നിമിഷം പ്രാർത്ഥിക്കേണ്ടത്. ക്രിസ്തുവിൻ ആ തിരിയിൽ നിന്ന് പകർന്ന് എല്ലാവരും കത്തിക്കും. അങ്ങനെ എല്ലാവരിലേക്കും ആ തിരി കത്തിക്കും. എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ഇനി അപ്പം അച്ഛനൊക്കെ നടയിലേക്ക് കയറും. ജനങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യും. അടുത്ത ചടങ്ങുകൾ ആരംഭിക്കും. പകുതി ആകുമ്പോഴേക്കും ഉയർപ്പിൻ്റെ സമയമാവും. സ്നാനം നവീകരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അടുത്ത രാത്രി ആവണം. അപ്പോൾ ഉയർപ്പിൻ്റെ സമയമാവും കേട്ടോ. ഒരു
അവിടെ ഒരു വലിയ പാത്രം വെച്ചിട്ടുണ്ട്, അതിൽ മുഴുവനും ജലം നിറച്ചിട്ട് ഇപ്പം അത് നവീകരിക്കലാണ് കേട്ടോ. ആ ജലം നമ്മൾക്ക് കുർബാന ചെയ്യുമ്പോൾ തരും, ഹോളി വാട്ടറായിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവരും. പിറ്റേന്നും അടുത്ത ദിവസങ്ങളിലൊക്കെ എല്ലാവരും പോയി വാങ്ങിക്കും. അങ്ങനെ ക്രിസ്തു മരിച്ച, ഞാൻ സ്ഥാനത്തിലൂടെ മരിച്ച, അടക്കം ചെയ്തിട്ടുള്ളവരെല്ലാം അവിടത്തോടൊന്നിച്ച ജീവനിലേക്ക് ഉദ്ധാരണം ചെയ്യുമാറാകട്ടെ. നമ്മൾ ചരിത്രത്തിന് പെസഹ രഹസ്യം വഴി ജ്ഞാനസ്നാനത്തിൽ അവിടുത്തോടൊത്ത് നാം അടക്കപ്പെട്ടു. ഒരിക്കൽ നാം പിശാചിനെയും അവന്റെ പ്രവർത്തനങ്ങളെയും പാടി ഉപേക്ഷിച്ചത് കത്തോലിക്ക തിരുസഭയിൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ വാഗ്ദാനം ചെയ്തത്. ആകയാൽ നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നു. എല്ലാവരും ഞാൻ ഉപേക്ഷിക്കും എന്നേക്ക് പറയാം. നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? അവന്റെ സകല ഗുണങ്ങളും. അപ്പോൾ കാഴ്ചവെപ്പാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുർബാനയിൽ നമുക്ക് പ്രദക്ഷിണമുണ്ട് പള്ളിക്ക് ചുറ്റും. പിന്നെ നമുക്ക് പള്ളിയിൽ നിന്ന് വെഞ്ചരിച്ചിട്ട് നേർച്ച തന്ന എല്ലാവർക്കും. അപ്പോൾ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് ഉയർപ്പിൻ്റെ പിന്നെ ഇനിയിപ്പോൾ അവിടെ നേർച്ച കൊടുക്കേണ്ടത് നമുക്ക്. അത് തന്നത് വെഞ്ചിരിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാവുന്ന രീതിയിലാണ്. അത് സർപ്രൈസായിരുന്നു ഇത്തവണ കേട്ടോ. ഒരു കുഞ്ഞി കോഴിമുട്ടയാണ് പുഴുങ്ങിയത് എല്ലാവർക്കും കൊടുക്കണം. കാരണം എല്ലാവരും പട്ടിണിയല്ലേ, ഉപവാസം കഴിഞ്ഞ് ഇപ്പോൾ ഉയർപ്പ് കഴിഞ്ഞ് രാവിലെ തന്നെ വെളുപ്പ് ഇപ്പോൾ ഒരു 3 മണിയാകാറായിട്ടോ എല്ലാവർക്കും കൊടുക്കണേണ്. അപ്പോൾ ഓരോ വചനം അതും എഴുതിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഓരോരുത്തരുടെ ഒരു ഇതുപോലെ കിട്ടും. അപ്പോൾ ഹാപ്പി ഈസ്റ്റർ എന്ന് എഴുതിയിട്ട് അത് എല്ലാവരുടെയും കൈകളിൽ കണ്ടോ. നമുക്ക് അവിടെ പള്ളിയിൽ വെച്ച് തന്നെ അത് കഴിച്ചിട്ട് എല്ലാവരും വിശന്നിരിക്കുന്നപ്പോൾ എല്ലാവർക്കും ആ കൊച്ചിൻ്റെ കയ്യിൽ കണ്ടോ. അങ്ങനെ നമ്മൾക്കും കിട്ടി കൊച്ചിൻ്റെ സന്തോഷം. നമ്മളത് പാട്ട് പാടുന്ന ചേട്ടന്മാർ ചേച്ചിമാരാട്ടത്. അപ്പം നമ്മളെല്ലാവരും വീട്ടിലെത്തി. രാത്രി നമുക്ക് അവിടെ നിന്ന് വെഞ്ചിരിച്ച് വിശദീകരിച്ച് തന്ന തിരിയാണ് കേട്ടോ ഇത്. തിരിയാണ് നമുക്ക് പള്ളിയിൽ വെച്ച് ജ്ഞാനസ്നാന നവീകരണ സമയത്ത് തന്നത്. പിന്നെ നമ്മളത് ഹോളി വാട്ടർ കൊണ്ടുവന്നിട്ടുണ്ട് പള്ളിയിൽ നിന്ന്, വെഞ്ചിരിച്ച വിശുദ്ധ ജലം. അതും തിരിയും നമുക്ക് വെഞ്ചിരിച്ചതാണ്.
ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പാതിര കുർബാന കഴിഞ്ഞ് നമ്മൾ വന്ന് ഇവിടെ വീണ് കിടക്കും. അത്രയും ഓവറാണ്. അപ്പം ഞാൻ അവനോട് പറയാം കുറച്ച് കയറ്റി വെക്കും മോനെ, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കും മോനെ എന്ന് പറഞ്ഞാൽ അപ്പം അവന് ദേഷ്യം വരും. അപ്പം ഞാനിപ്പോൾ അതങ്ങനെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോയിലൊന്ന് വിഷ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ വിഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പം മുടിയുടെ കാര്യം പറഞ്ഞത് അവന് ഇഷ്ടമായില്ല. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വകയും എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങളും എല്ലാ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യവും ജീവിത വിശുദ്ധി എല്ലാം നേരാണ്. നമ്മൾ വിന്താലേക്ക് ഉള്ള അരിഞ്ഞുകൊണ്ടിരിക്കണ്ട. നമ്മുടെ കുടുംബനാഥയും ഒക്കെ നമ്മൾ തന്നെ. അവൻ മൂത്തവൻ കുറേ നേരം സഹായിച്ച് അത് കഴിഞ്ഞപ്പോൾ അവൻ പോയി കിടന്ന് ഇത്തിരി നേരം. ഇന്നലെ ഉറങ്ങിയിട്ടില്ലല്ലോ. അടിയൊക്കെ പിന്നെ നമുക്കിതേ വിന്താലിക്കുള്ള ഇറച്ചിയാണ് മേടിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കോട്ടമുറി എന്താണ് കാട് ഊറ്റി ജംഗ്ഷനിൽ നിന്ന് മേടിക്കണം. വേറൊരു അങ്കിളിൻ്റെ അടുത്ത് നിന്നാണ് മേടിച്ചിരുന്നത്. അപ്പോൾ അത് നല്ലത് നോക്കി തന്നിട്ടുണ്ട് കേട്ടോ അവർ. നമ്മൊരു പരിചയത്തിലൊരു ജാക്സൺ എന്ന് പറയും, നമുക്കിവിടെ വീടെടുത്ത് വന്നവൻ. അവനോട് പറഞ്ഞപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞ് അങ്ങനെ നമുക്ക് വിന്താലിക്കുള്ളതും അങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ തന്നിട്ടാ. നമ്മൾ കുറച്ച് വിന്താലിക്കും പിന്നെ കുറച്ച് കറി വെക്കാനൊക്കെ കണ്ട് നെഞ്ചടി കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇനി മോൻ വന്നിട്ടില്ല, അവന് കുറച്ച് വെച്ച് കൊണ്ടേ കൊടുക്കണം. നാളെ ചേട്ടൻ്റെ വീട്ടിൽ അവക്കടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അവിടെ പോകണം. വെളുപ്പിന് കുർബാന കഴിഞ്ഞ് വന്ന് കുറേ നേരം ഉറങ്ങി പിന്നെ ഒരു 10-11 മണി വരെയൊക്കെ ഉറങ്ങി. അതേപോലെ റമ്മോ ബീഫ് മേടിക്കാൻ പോയി. ഇന്നിപ്പോൾ അടപ്പിൽ വെക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അടപ്പൊക്കെ ഒരുമാതിരി കിടക്കുകയാണ്. ഇപ്പോൾ കുക്കറിൽ തന്നെ ആക്കുള്ളൂ. വയ്യ എനിക്ക് ഒന്ന് സുഖം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിന്ന് മലയാറ്റൂരൊക്കെ പോകണമെന്ന് വിചാരിച്ചാണ്. പോകുന്നല്ലോ 7-ാം തീയതിക്കുള്ളിൽ മലയാറ്റൂർ, കനകമല അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പോകണം. കനകമല ഞാൻ കണ്ടിട്ടില്ല. കനകമല ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്, ഭയങ്കര ഹൈറ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കനകമല മലയാറ്റൂരൊക്കെ പോകണം. അപ്പം എന്തായാലും കട്ട് ചെയ്യട്ടെ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈസ്റ്ററിൻ്റെ എല്ലാ ആശംസകളും. ഇറച്ചി മുറിക്കണതിൻ്റെ ഇടയിൽ നിന്നാണ് ആശംസകൾ. അപ്പം നമ്മുടെ ഫുഡൊക്കെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പം ഇനി പിള്ളേരും ഞാനും മാത്രമേ ഉള്ളൂ ഈസ്റ്റർ. പിന്നെ നമ്മൾ 2 തരത്തിൽ വെച്ച് ഇതിപ്പോൾ നെഞ്ചടി അങ്ങനെ വെച്ചു. പല രീതിയിൽ ഉണ്ടാക്കി അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി നടത്തി. അപ്പനില്ലെങ്കിലും കുറവൊന്നും വരുത്തരുതെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നല്ലോ, അതുപോലെയൊക്കെ നടത്താൻ പറ്റി. പക്ഷെ എൻ്റെ 2ാമത്തെ മോൻ ഇങ്ങോട്ട് വന്നില്ല, അതിൻ്റെ ഒരു സങ്കടമുണ്ട്. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇനി ചേട്ടൻ്റെ വീട്ടിൽ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് പോകണം. ആ വിശേഷങ്ങളൊക്കെ ഇട്ടൊക്കെ ഇപ്പം നമുക്ക് കാണാം. ഈസ്റ്റർ ദിവസം ഇങ്ങനെയൊക്കെ കടന്നുപോയി. വീഡിയോ കുറച്ച് ലെങ്തി ആണ് കേട്ടോ. നിങ്ങൾ ഫാസ്റ്റ് അടിച്ച് കണ്ടാൽ മതി. ഇങ്ങനെ സ്പീഡ് കൂട്ടിയും കുറച്ചിടാമല്ലോ. നമ്മൾ സെറ്റിങ്സ് എടുത്തിട്ട് സ്പീഡ് കൂട്ടിയിട്ടിട്ട് കണ്ടാൽ കുറേ ലെങ്ത് ഉണ്ട് വീഡിയോ. എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം കുറവുകൊണ്ടാണ് ഇത്രയും വൈകിയത്. ഇത് ബീഫ് വിന്താലു ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. നമ്മുടെ ബീഫ് വിന്താലു അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഒന്നും കൂടി വറ്റാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ അവിടെ ഇത് വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അധികം ഓണാക്കിയാൽ ഇതിൻ്റെ ഗ്രേവി വറ്റിപ്പോവും. നമ്മളൊന്ന് കട വരെ നമുക്ക് പോയിട്ട് അവിടെ മറ്റേ നമ്മുടെ ഏഞ്ചിലൂന് ഉടുപ്പ് കഴിക്കാനുള്ള തുണി എടുക്കാനുണ്ട്, തയ്ച്ചിട്ടുള്ള. അപ്പോൾ നമുക്ക് ഇന്ന് പോയിട്ട് വേഗം അപ്പോൾ നമ്മുടെ കുറച്ച് ആൻറ്റിമാരുടെ അവിടെ വന്നിരുന്ന് വർത്താനമൊക്കെ ഉണ്ട്, കുശലം പറയലൊക്കെയാണ്. അപ്പുറത്ത് പുതിയ വീട് പണി നടക്കുന്നുണ്ട് വെച്ചാ. അത് നമുക്ക് അന്നനാട് വരെ പോകണം. നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് പോയിട്ട് അവിടെ നിന്ന് ചെന്നിരുന്ന് തയ്ച്ചിട്ട് ഉടുപ്പുമായിട്ട് വേണം വരാൻ. എന്തൊക്കെയാണ് ഇവിടെ മാത്രം മഴ പെയ്താ. നമ്മുടെ അടുത്ത വീട്ടിൽ അങ്കിളങ്ങളും ഉണ്ടായിരുന്നു. ഈ ഞായറാഴ്ച ഈസ്റ്ററായിട്ട് ഇത് അവിടെ പോയെന്ന് വിചാരിക്കണം എല്ലാവരും. ഓരോരുത്തർ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ജോലി കഴിഞ്ഞ അമ്മമാർ സൊറ പറയാൻ വേണ്ടി വന്ന് അപ്പുറത്തേക്ക് ഇരിക്കുന്നുണ്ട്. എനിക്കും കുറച്ചധികം എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാനൊന്ന് എഡിറ്റൊക്കെ ചെയ്തൊരു 3-4 വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണേ. പക്ഷെ നമുക്ക് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കോട്ടമുറി ജംഗ്ഷൻ. അവിടെ ബേക്കറി കഴിഞ്ഞിട്ട് ജംഗ്ഷനാണ്. നമ്മളവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. കുറച്ച് നീല ബസ്സൊക്കെ കിടക്കുന്നുണ്ടല്ലോ, ഓട്ടോ സ്റ്റാൻഡ്. ഇവിടെ ആയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നമ്മളെ കാണാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിലാണ് ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഗ്രൗണ്ടിൽ കളികളും പരിപാടികളൊക്കെ ഉണ്ട്. അതിൻ്റെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ.
അപ്പോൾ നമ്മൾ ഇത്തിരി തിരക്കുണ്ട് ഇവിടെയൊക്കെ റോഡിലൊക്കെ ഈസ്റ്ററായിട്ട് ഇവിടെ എന്തോ സ്പോർട്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ സ്ഥലം എത്തിയിട്ടാ, അന്നനാട് ജംഗ്ഷൻ എത്തി. എൻ്റെ ചേച്ചി അന്നനാട് എന്ന് പറഞ്ഞിട്ട് അന്നമ്മതടയിൽ പോയി ഇറങ്ങി. അത് വേറൊരു കഥ, അത് വേറൊരു വീഡിയോ ഇടാം കേട്ടോ. നമ്മുടെ ബിൽഡിങ് എത്തിയിട്ടാ, അതാണ് കുടിയിരിപ്പിൽ പ്ലാസ. അപ്പോൾ ഇവിടെ അതാ കാണുന്നതാണ് നമ്മുടെ കട കേട്ടോ. നമ്മുടെ കടയിലെത്തിയിട്ടോ. ഇവിടെ ഞാൻ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടത്. അപ്പോൾ നമ്മൾ കട തുറന്ന ഉടനെ തയ്പ്പ് തുടങ്ങിയിട്ടാണ്. നാളെ അവളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾക്ക് റെഡിമെയ്ഡ് ഒരു ഉടുപ്പ് നമ്മൾ ചെയ്യുന്നതാണല്ലോ, നമ്മൾ തയ്ക്കുന്നതാണ്. ഞാൻ ഫാഷൻ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വാങ്ങണ്ടല്ല, ഞാൻ തന്നെ ഒരു ഡിസൈൻ ചെയ്ത് തയ്ക്കണേന്ന്. നല്ലൊരു മെറ്റീരിയലാണ്, പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ അത്ര കളർ അറിയണില്ല. കണ്ട ഇത് നമ്മളൊരു പ്രത്യേക രീതിയിലുള്ള കോട്ടാണ് തയ്ക്കണം. കണ്ട സൈഡ് ജോയിൻ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇത് കൈക്കൂലിയാണ് വെട്ടിയേക്കണം. ഇത് കോളറാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചേട്ടൻ്റെ മോളുടെ ബർത്ത്ഡേ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അടുത്ത വീഡിയോയിൽ എൻ്റെ വീട്ടുകാരെല്ലാവരും ഒന്നും കൂടി കാണാൻ പറ്റും, പരിചയപ്പെടുത്താം. നല്ല കാറ്റ്. തോട് കൊള്ളൂല, തോട്ടില വെള്ളം.